ഒരു ദിവസം സത്യഭാമ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, നാഥ, സീതാദേവി എന്നേക്കാൾ സുന്ദരിയായിരുന്നു. അപ്പോൾ സുദർശന ചക്രവും ചോദിച്ചു, സ്വാമി, എന്നേക്കാൾ ശക്തനായ മറ്റാരെങ്കിലും ഉണ്ടോ? ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗരുഡനും ചോദിച്ചു, സ്വാമി, ആർക്കെങ്കിലും എന്നേക്കാൾ വേഗത്തിൽ പറക്കാൻ കഴിയുമോ? അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന് മനസ്സിലായി ഈ 3 പേരും സ്വയം അഭിമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗരുഡനോട് പറഞ്ഞു, ഗരുഡ, നീ പോയി ഹനുമാനോട് പറയുക, ശ്രീരാമൻ തന്നെ ഓർമ്മിച്ചുവെന്ന്. ഗരുഡൻ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് ഹനുമാന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ശ്രീകൃഷ്ണൻ സത്യഭാമയോട് പറഞ്ഞു, ദേവി സത്യഭാമി, നല്ലപോലെ വസ്ത്രം ധരിച്ചു വരൂ. എന്നിട്ട് സുദർശന ചക്രത്തോട് പറഞ്ഞു, കൊട്ടാര കവാടത്തിൽ പോയി കാവൽ നിൽക്കാനും ആരെയും അകത്തേക്ക് കയറ്റി വിടരുതെന്നും. അങ്ങനെ ഗരുഡൻ ഹനുമാനെ വിവരം അറിയിക്കുകയും പറയേണ്ട താമസം ഹനുമാൻ ദ്വാരകയിലേക്ക് പറക്കാൻ തുടങ്ങി. എന്നാൽ ഹനുമാന്റെ വേഗത വളരെ കൂടുതലായതിനാൽ ഗരുഡന് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഗരുഡന് തോന്നി ഹനുമാൻ തന്റെ പിന്നിലാണെന്ന്. എന്നാൽ ഹനുമാൻ വളരെ മുമ്പ് തന്നെ ദ്വാരകയിൽ എത്തിയിരുന്നു. സുദർശൻ ഹനുമാനെ അകത്തോട്ട് കടത്തിവിടാതെ തടഞ്ഞപ്പോൾ ഹനുമാൻ ആകാശത്തേക്കാൾ വലുതാകുകയും അദ്ദേഹം സുദർശന ചക്രത്തെ പിടിച്ച് വായിലാക്കുകയും ചെയ്തു. ആ സമയം ശ്രീകൃഷ്ണനായി നിൽക്കുന്ന രാമൻ പെട്ടെന്ന് രാമരൂപത്തിലേക്ക് മാറി. ഹനുമാൻ നൂറ്റാണ്ടുകൾക്ക് ശേഷം ശ്രീരാമനെ കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷവും ആനന്ദവും അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ സുഖദുഃഖങ്ങൾ രാമനും ഹനുമാനും സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഹനുമാൻ സത്യഭാമയെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, പ്രഭു, ആരാണ് ഈ ദാസി? എന്റെ സീതാമാതാവ് എവിടെ? അപ്പോൾ സീതാമാതാവ് അവിടെ വന്ന് ഹനുമാൻ പഴങ്ങൾ കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു. ഹനുമാൻ പഴങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ വായ തുറന്ന് അതിൽ നിന്ന് സുദർശന ചക്രത്തെ പുറത്തെടുത്തു. തുടർന്ന് ഗരുഡനും അവിടെ എത്തി. അങ്ങനെ ശ്രീകൃഷ്ണൻ മൂവരുടെയും അഹങ്കാരം ശമിപ്പിക്കുകയും ചെയ്തു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ശ്രീറാം.